ആലുവയെ ലഹരി വിമുക്തമാക്കുവാൻ ദൃഢപ്രതിജ്ഞയെടുത്ത ജനകീയ കൂട്ടായ്മ. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ അൻവർ പാലിയേറ്റീവ് കെയർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട, ഈ ലഹരി മാത്രം. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇതിനെതിരായിട്ട് സമരം ചെയ്യണം, അല്ലെങ്കിൽ ഈ നാട് നശിച്ചു. നമ്മുടെ കുട്ടികൾ ഇതിന് അടിമകളായാൽ അടുത്ത് വരുന്ന തലമുറയ്ക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ലഹരിക്ക് എതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ ആലുവയിലെ സാമൂഹ്യ സംഘടനകളായ കേരള ആക്ഷൻ ഫോഴ്സ്, ജനസേവാ ശിശുഭവൻ, അൻവർ പാലിയേറ്റീവ് കെയർ, ആലുവ IMA, ആലുവ റെഡ് ക്രോസ്, NSS വോളണ്ടിയേഴ്സ്, പൗരാവകാശ സംരക്ഷണ പ്രവർത്തകർ, പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ആലുവയെ ലഹരി വിമുക്ത പ്രദേശമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങും. കക്ഷി രാഷ്ട്രീയ ജാതിമത ലിംഗഭേദമന്യേ 100ഓളം വ്യക്തികൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഡോക്ടർ CM ഹൈദരലി, ജോസ്മാവേലി, അഡ്വക്കേറ്റ് ചാർലി പോൾ, ജോബി തോമസ്, ചിന്നൻടിപ്പൈനടത്ത, AJ റിയാസ, EA ബഷീർ, PA ഹംസകോയ, K ജയപ്രകാശ്, AS രവിചന്ദ്രൻ, ബാലാമണിയമ്മ, ആത്തിക ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. വേണ്ടേ വേണ്ട, ലഹരി നമുക്ക് വേണ്ടേ വേണ്ട. കുഞ്ഞുങ്ങളെ രക്ഷിക്കാം, ലഹരിക്കെതിരെ പോരാടാം, സമൂഹത്തെ രക്ഷിക്കാം.